പ്രിയമുള്ളവരെ, ഗോപു പട്ടിക്കാടാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് നമ്മുടെ പ്രവാസ ലോകത്തിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വിശിഷ്ട അതിഥിയെ പറ്റിയാണ്. അതായത് നമ്മുടെ കേരളത്തിലെ തന്നെ ഇപ്പോ സ്ത്രീകൾക്ക് ഒരു ശക്തിയായിട്ട് മാറിയിട്ടുള്ള നമ്മുടെ രേണുസുതി ഇവിടെ ഉണ്ട്. നമുക്കത് പരിചയപ്പെടാം. നമുക്ക് പ്രേക്ഷകർക്ക് ഒട്ടും പരിചയപ്പെടുത്തേണ്ട ഒരാളാണ് എന്റെ കൂടെ ഉള്ളത്. അപ്പൊ വിലപ്പെട്ട തിരക്കിന്റെ ഇടയിൽ നമുക്കൊരു 5 മിനിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ രേണുസുതി, നമസ്കാരം. നമസ്കാരം ചേട്ടാ. അതെ, എന്നാ ദുബായിലേക്ക് വന്ന്? ഞാന് 25-ാം തീയതി കയറി പറന്നിങ്ങി പോകുന്നത്. പറപ്പിച്ചു കേരളത്തിലെ ആൾക്കാര്. കേട്ടോ, എല്ലാം സ്നേഹമുള്ള കുറച്ചു പേരേ ഉള്ളൂ കേട്ടോ നമുക്ക്. പക്ഷെ ഇവിടെ വന്നപ്പം കുറെ പേരൊക്കെ എന്താ പറയാ, നേരിട്ട് കാണുമ്പോഴാണോ ഇതാണോ രേണുസുതി ഇത്ര ഉള്ളോ, ഭയങ്കര സ്നേഹം. ഇവിടെയുള്ള മലയാളികൾക്ക് സ്നേഹമാണ്. എല്ലാവർക്കും അറിയാം, വളരെ സിമ്പിൾ ആണ്. തീർച്ചയായിട്ടും. പിന്നെ ബിഗ് ബോസിന്റെ അനുഭവം എന്താ? ബിഗ് ബോസ് എന്തിനു പോകുന്നേ? അവിടെ തന്നെ എനിക്ക് ഇപ്പം പറയുന്നത് അവളുടെ ഡ്രോമ മാറിയോ എന്നൊക്കെ ചോദിക്കണം. കാരണം ഇവിടെ വെച്ചാൽ നമ്മുടെ മക്കളെ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം, അവരെ കാണാം. പക്ഷെ അവിടെ അങ്ങനല്ല, പറ്റൂല. ഇത് വ്യത്യാസം ഉണ്ടല്ലോ. പിന്നെ അവരെന്താണ് ആൾക്കാരെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ആരും കൊണ്ട് നമുക്ക് ഒരു നേരത്തെ ചെലവ് തരൂല. നമ്മൾ ഇറങ്ങണം. ഞാനൊരു കലാകാരി എന്ന നിലയ്ക്ക് എന്തായാലും അല്ല, ഞാൻ ആ കാര്യത്തില് ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികള് രേണുസുതിയെ കണ്ടുപിടിക്കണം ഞാൻ പറഞ്ഞു. ഒരുപാട് പേര് പറഞ്ഞു അത്രയും പവറായിട്ടാണ് ആളിച്ചിരി ഉള്ളെങ്കിലും നമ്മള് കാന്താരിയുടെ കാര്യം കേട്ടില്ലേ? കാന്താരി മുളക് ഒന്ന് നാക്കിൽ വെച്ച് കടിച്ചു കഴിഞ്ഞാൽ നല്ല എരിവായിരിക്കും. കണ്ടാ കാണാൻ ഇത്രയും അതാണ്. അതെ, ഒരു 2 വരി പാട്ടൊന്ന് പാടി. തീർച്ചയായിട്ടും പാടാം. വാതിൽ തുറന്നോളെ അസർമുല്ല പോലുള്ള മുഹബത്തിനിണയായ കണ്ണ്, സുന്ദരമാരൻ പുതുമണിമാരൻ അഴകിന്നഴകായ മാരൻ, ഓ അരികിൽ വരവായി ദേവി, കാണാൻ വരവായി ദേവി. ലിറിക്സ് ഒന്നും അറിയത്തില്ല, ചുമ്മാ എന്തൊക്കെയോ പാടിട്ടോ. അല്ലല്ല, അത് നന്നായിട്ടുണ്ട്, വളരെ നന്നായി. പിന്നെ ദുബായ് നമ്മുടെ പ്രവാസി പ്രേക്ഷകരോട് എന്താ പറയാ? എന്റെ ദുബായിലുള്ള എന്റെ മലയാളി പ്രേക്ഷകർ, എന്റെ പ്രവാസിയായിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് താങ്ക്സ്. കാരണം നിങ്ങളുടെ ഒരുപാട് സ്നേഹം എനിക്ക് ഓരോ മെസ്സേജിലൂടെയും, അതുപോലെ എന്താ പറയാ, ഒരുപാട് നേരിട്ടാണല്ലോ ഇന്നലെ ഒരുപാട് പേര് എന്നെ കാണാൻ വന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാരും ഇനി സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും. അപ്പോ ഇത്രയും ചെറിയ തിരക്കിന്റെ ഇടയിലായാലും നമുക്കൊരു 5 മിനിറ്റ് തന്നതിൽ വളരെയധികം താങ്ക്സ് ഉണ്ട്. നമുക്ക് 2 പേരും കൂടി ഒന്ന് പാടി കൊടുക്കാൻ പറ്റും? പാടണോ? നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിട്ട്. സാഗരങ്ങളെ പാടി ഉണർത്തിയ സംഗീതമേ, സംഗീതമേ ഹൃദയ സാഗരങ്ങളെ, ഓരോ നീയൻ ലോകമാമി ഏകതാരയിൽ ഒന്നിളവേൽക്കൂ, സാഗരങ്ങളെ. അതില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവാ. നമ്മുടെ കേരള സമൂഹത്തിന് തന്നെ നല്ലൊരു സുദിനെ കണ്ടുപിടിക്കണം. അത്ര ശക്തമായിട്ട്, അതായത് മാനസികമായിട്ടും. കാരണം വിവാദങ്ങൾ കൊഴുപ്പിരി കൊള്ളുവാണ്. നടക്കട്ടെന്ന് വെച്ച് വേറെ വല്ലതുകൊണ്ട് പണി കൂട്ടിയിട്ട് വീട്ടിൽ ഇരുന്നല്ലേ പണ്ടേക്ക് കൊണ്ടേ പോയത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം റോബി ചേട്ടനെ ഒന്ന് പരിചയപ്പെട്ടു. ഇത് നമ്മുടെ റോബി, മാനേജർ, നാട്ടിൽ കൊല്ലത്തല്ലേ? കോഴിക്കോടാണ് അല്ലേ? ചേട്ടനാണ് നമ്മളെ ദുബായില് ഫസ്റ്റ് കൊണ്ടുവരുന്നത്. ദുബായിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്റർനാഷണൽ ട്രിപ്പ് ഫസ്റ്റ് എന്നെ കൊണ്ടുവരുന്നത്. അതെ, പാപ്പിലുള്ള നമ്മുടെ ഓപ്പറേഷൻ മാനേജർ റോബി ചേട്ടനാണ്. ഭയങ്കര തുടക്കം മാത്രമാണ് സന്തോഷം. ഇനിയും ഒരുപാട് യാത്രകൾ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.